Assalamu alaikum, welcome to Max class. We can start our class with dua for knowledge. Rabbi yassir, wala tuazzir, wa tammim bil khair, wa bika nasta'inu, ya fattahu, Rabbi zidni ilma. Rabbi zidni ilma. Rabbi zidni ilma. So in the last class we started a new chapter, that is equations. And we said what is equations and how to do the problems. And today in the last class we studied the equations in addition, subtraction, multiplication and division, isn't it? And we done some exercises. We have one more exercise in that activities in page number 37, that is a piece of folk math. A child asked a flock of birds, "How many are you?" A bird replied, "We and us again, with half of us and half of that, with one more, would make 100. How many birds were there?" അപ്പോൾ എന്താണ് ഒരു ഫോക്ക് മാത്ത് ആണ്. അതിനകത്ത് a child asked a flock of birds, "How many are you?" ആ ബേർഡിൻ്റെ അടുത്ത് ചോദിക്കുന്നു, നിങ്ങൾ എത്ര പേരുണ്ട് ടോട്ടൽ എന്ന് ചോദിക്കുന്നു. ബേർഡിൻ്റെ റിപ്ലൈ എങ്ങനെയായിരുന്നു? "We and us again, with half of us and half of that, with one more, would make 100. We and us again means we means 1 ആണെങ്കിൽ again means 1 plus 1. ഇത് എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണം? 100 കിട്ടണം. സോ അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ബേർഡ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വി ആൻഡ് അസ് അഗെയിൻ മീൻസ് വി മീൻസ് വി ആർ സപ്പോസിങ് 1 and us again means 1 plus 1 and half of us, half of means half of 1, that is 1 by 2, half, and half of half, ആ ഹാഫിൻ്റെ ഹാഫും കൂടെ ചേർക്കുമ്പം ഹാഫിൻ്റെ ഹാഫ് എത്രയാണ്? 1 by 4 and plus 1 with one more plus 1 gives എന്താണ്? നമുക്ക് എത്ര കിട്ടണം? 100. So how many birds are there? So how will you do that? How will you find the number of birds using this we and us again? That means 1 plus 1 again, then half of us, half of that number, plus half of that half, that is plus 1 by 4. Okay, is എന്താണ്? അത്രയും കൂടെ ഇത്രയും ആകുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 2 പ്ലസ് ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 by 4, ദാറ്റ് ഈസ് 2 3 by 4 ടൈംസ് ദാറ്റ് നമ്പർ പ്ലസ് ആ നമ്പറിൻ്റെ കൂടെ 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 100. ഇറ്റ് മേക്സ് 100. ദെൻ 2 3 by 4 times that number is equal to, അപ്പോൾ 2 3 by 4 ആ നമ്പർ മാത്രം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ 1 ആഡ് ചെയ്തിരിക്കുകയാണ്, അതിനെ നമ്മൾ അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോകുമ്പോൾ 1 സബ്ട്രാക്ഷൻ ആവും, ദാറ്റ് ഈസ് 99. അപ്പോൾ 2 3 by 4 ടൈംസ് ദാറ്റ് നമ്പർ ഈസ് 99. സോ ഈ 2 3 by 4നെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 11 by 4, ദാറ്റ് ഈസ് 11 by 4 ടൈംസ് ദാറ്റ് നമ്പർ is equal to 99. അപ്പോൾ 11 by 4 times that number means 11 by 4 into that number അല്ലേ? 11 by 4 into that number എന്ന് പറയുന്നത് എന്താണ്? 99 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പർട്ടിക്കുലർ നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ ഇൻറ്റു ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ 11 by 4നെ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ ദാറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു അപ്പുറത്ത് പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കും അല്ലേ? ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്ത് ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആണ്. അപ്പോൾ ഡിവിഷൻ ചെയ്യാൻ വേണ്ടി 99 ഇൻറ്റു ദാറ്റ് റെസിപ്രോക്കൽ 4 by 11. അപ്പോൾ 11ഉം 99ഉം കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 9 കിട്ടും. 9 ഇൻറ്റു
4, that is equal to 36. So number of birds is equal to 36. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഇതിന് മുന്നിലത്തെ പ്രോബ്ലവും സെയിം ലൈക്ക് ദിസ്, അതുപോലത്തെ ഒരു പ്രോബ്ലം തന്നെയായിരുന്നു ഇതും. സോ ദാറ്റ് ആക്ടിവിറ്റീസ് വെയർ ഓവർ. ദെൻ വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് ചാപ്റ്റർ. So next section of this chapter is algebraic method. നമ്മൾ ഇക്വേഷൻസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ള ചെയ്യുന്നതായിരുന്നു എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ വേരിയബിൾസ് യൂസ് ചെയ്യാതെ നമ്മളൊരു നമ്പറിനെ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്തു. ഇനി നമ്മൾ algebraic മെത്തേഡിലോട്ടാണ് പോകുന്നത്. ദാറ്റ് ഈസ് it is very easy to solve all the problems we have seen using algebra. അപ്പോൾ algebra യൂസ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ നേരത്തേതിനെക്കാട്ടിലും ഈസി ആയിട്ട് നമുക്ക് we can do the problems very easily using this method. What method? That algebraic method. Okay, so in algebraic method we are using variables to find the അൺനോൺ നമ്പർ. അപ്പം നമുക്കറിയാത്ത ആ ഒരു ഫൈൻഡ് ചെയ്യേണ്ട ആ സൊല്യൂഷൻ, ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് കൊടുക്കും? എക്സോ വൈയോ എ ബി അങ്ങനെ വേരിയബിൾസ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ആൻസർ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ വൺ ക്വസ്റ്റ്യൻ ഈസ് ഹിയർ. വെൻ 264 ഈസ് ആഡഡ് ടു എ നമ്പർ ഇറ്റ് ബിക്കെയിം 452. 254 എന്ന് പറയുന്ന നമ്പർ ഏതോ ഒരു നമ്പറിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 452 ആൻസർ കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ? ആ നമ്പർ ഫൈൻഡ് ചെയ്യണം. എങ്ങനെ ഫൈൻഡ് ചെയ്യും? അപ്പോൾ ആ നമ്പർ നമുക്ക് അറിഞ്ഞൂടാ. ലെറ്റ് ദ നമ്പർ ബി എക്സ്. നമുക്കറിയാത്ത അൺനോൺ ആയിട്ടുള്ള ആ നമ്പറിനെ നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. എക്സോ വൈയോ കൊടുക്കാം. യൂഷ്വലി വി ആർ യൂസിങ് എക്സ് ആൻഡ് വൈ ഫോർ ദിസ് ഫൈൻഡിങ് ദ അൺനോൺ നമ്പർ. സോ വി ക്യാൻ ഗിവ് ദ നമ്പർ ആസ് എക്സ്. ദെൻ എക്സിൻ്റെ കൂടെ 264 ആഡ് ചെയ്തപ്പോഴായിരുന്നു വി ഗോട്ട് 452. വാട്ട് ഈസ് when we add 264 with x we got 452. Then what is x? Then a number edana? What is the number that how will you find the value of x? X is equal to നേരത്തെ പറഞ്ഞായിരുന്നു ഈ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്തിരിക്കുന്ന കാര്യമാണെങ്കിൽ റൈറ്റ് സൈഡിലോട്ട് കൊണ്ട് ഇതിൽ നിന്നും ഈ എക്സ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് എന്താണോ ആ നമ്പറിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇവിടെ അഡിഷൻ ആണെങ്കിൽ ഇവിടെ എന്താവും? സബ്ട്രാക്ഷൻ ആവും. സോ എക്സ് ഈസ് ഈക്വൽ ടു 452 minus 264. 452 minus 264 we will get 188. ഓക്കെ, അഡിഷൻ വരുന്ന കേസിൽ ഇതുപോലെയാണ്. സബ്ട്രാക്ട് ചെയ്യും, റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി സബ്ട്രാക്ട് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When 198 is subtracted from a number, it is 163. ഒരു നമ്പറിൽ നിന്നും 198 സബ്ട്രാക്ട് ചെയ്തപ്പോൾ we got 163. Then what is the number? We want to find the number. So here also we are taking, let the number be x. Then let the number be x. Then x minus that number minus 198 is equal to 163. Then we have to find this x. X is equal to, listen here in this problem, here the sign is negative, minus sign. So here x minus 198 is 164. Then how will you find x? We have to add this 163 with 198. Okay, 163 ഈ x കണ്ടുപിടിക്കാൻ അതിൻ്റെ കൂടെ കിടക്കുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇത് എന്ത് ചെയ്യണം?
ഇത് വേരിയബിളും ഇത് കോൺസ്റ്റൻറ്റുമാണ്. നമ്പർ കൊടുത്തിരിക്കുന്നതിനെ കോൺസ്റ്റൻ്റ് എന്നും നമ്മൾ പറയും, ഇത് വേരിയബിളും ആണ്. എക്സ്, വൈ, എ, ബി, സി എല്ലാം വേരിയബിൾസ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 163 plus 198. 163 plus 198 will get 1361. Listen carefully. Here two problems we done. One is based on algebraic method in addition, here in subtraction. Next question. When a number is multiplied by 12, it becomes 756. When a number is multiplied by 12, it became 756. What is the number? ഒരു നമ്പർ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്ത് കിട്ടി? 756 കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ നമ്പർ എത്രയാണെന്ന്. സോ ലെറ്റ് ദ നമ്പർ ബി എക്സ്. എക്സ് എന്ന് പറഞ്ഞെടുക്കുന്നു. ദെൻ 12 കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ആ നമ്പറിനെ നമുക്ക് എന്തെന്ന് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. 12 ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു വി ഗോട്ട് 756. Okay, that is 12 into x means 12x is equal to 756. Then ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്നതാണ്. എക്സ് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. എക്സിൻ്റെ കൂടെയുള്ള ടേം ഇൻറ്റു ചെയ്തിരിക്കുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ അതെന്താവും? ഇറ്റ് വിൽ ബിക്കം ഡിവിഷൻ. ഇഫ് ഇറ്റ് ഈസ് മൾട്ടിപ്ലൈഡ് ഹിയർ വെൻ ഇറ്റ് ഗോ ടു ദ റൈറ്റ് സൈഡ് ഇറ്റ് വിൽ ബിക്കം വാട്ട്? ഡിവിഷൻ. സോ 756 ഈ റൈറ്റ് സൈഡിലുള്ളതിൽ നിന്നും 12 ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. വെൻ വി ഡിവൈഡ് വിത്ത് 12 വി വിൽ ഗെറ്റ് 63. ഓക്കെ, സോ വി സ്റ്റഡീഡ് addition, subtraction. We find addition, subtraction and multiplication, sorry, division using this algebraic method. And next one, when a number is divided by 12 we get 756. When a number is divided by 21 we get 756. Which number is divided? അപ്പോൾ ഒരു നമ്പറിനെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 756 ആൻസർ കിട്ടിയെങ്കിൽ ആ നമ്പർ എത്ര ആണെന്ന്. സോ എക്സ് എന്ന് പറയുന്ന നമ്പർ എടുക്കാം. എക്സ് ഡിവൈഡ് ബൈ 21 വി ഗോട്ട് 756 ആൻഡ് how will you find x? ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ അപ്പുറം പോകുമ്പോൾ എന്താവും? മൾട്ടിപ്ലിക്കേഷൻ ആവും. സോ ഇൻറ്റു 21 ദാറ്റ് ഈസ് ഈക്വൽ ടു 15,876. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 9 subtracted from 7 times a number gives 40. Find the number. Listen here. 9 subtracted from 7 times a number. A number ഏതാണെന്ന് അറിഞ്ഞൂടാ. സോ we are giving that number as x. 7 times x means 7 into x. And 9 subtracted from 7 times that x, 7x. That is 9 subtracted from 7x means 7x minus 9. We got 40 as the answer. Then we have to find which number is that. That is 7x minus 9 is equal to 40. അപ്പോൾ ഈ വേരിയബിളിൻ്റെ കൂടെ നിൽക്കുന്ന ഈ എക്സിൻ്റെ കൂടെ നിൽക്കുന്ന ഈ നമ്പറിനെ നമ്മൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. ഏത് വേരിയബിളിൻ്റെ കൂടെ നിൽക്കുന്ന ഏത് നമ്പറാണോ അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. സോ 7ൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന ഈ നമ്പർ, എക്സിൻ്റെ കൂടെ ഇപ്പം നിൽക്കുന്ന നമ്പറിനെ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്ന ടേം തമ്മിൽ സോൾവ് ചെയ്യണം. സോ 7x ഈസ് ഈക്വൽ ടു ഈ 7xൻ്റെ കൂടെ ഇവിടെ ഹിയർ ഇറ്റ് ഈസ് 9 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകണം. ഹിയർ ദ സൈൻ ഈസ് മൈനസ്. ഇവിടെ അത് മൈനസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ ഹിയർ വി വോണ്ട് കൺവേർട്ട് ദാറ്റ് ഇൻ ടു പ്ലസ് 49. 7x is equal to 49. Then look here, it is multiplied. 7 is multiplied with the x. So here it is a multiplication sign. So how will you find x? 7 is multiplied here. When it goes to the right side it will become division. X is equal to 49 divided by 7, that is equal to 7.
Okay, and this is algebraic method, and we have some equations based on to solve these problems using algebraic method. If this is some general rules, if x plus a is equal to b, then x is equal to b minus a. Okay, if x minus a is equal to b, then x is equal to b plus a. If a into x, a into x is equal to b, then x is equal to b by a. If x by a, x is divided with a is equal to b, then x is equal to b into a. If ax plus b is equal to c, then ax is equal to c minus b, and x is equal to c minus b by a. This is the general equations for finding the solutions using algebraic method. അപ്പം നമ്മൾ ഇതിന് മുന്നേ ഒരു 4 ഓപ്പറേഷൻസ്, അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് 4ഉം വെച്ചുകൊണ്ട് നമ്മൾ algebraic എക്സ് യൂസ് ചെയ്ത് നമ്മൾ ആൻസർ ഫൈൻഡ് ചെയ്തു അല്ലേ. അപ്പോൾ അതിനുള്ളൊരു ജനറൽ ഇക്വേഷൻസ് ആണ് ഇത്. ഫസ്റ്റ്, ഇഫ് എക്സ് പ്ലസ് എ ഈസ് ഈക്വൽ ടു ബി നമ്മൾ ചെയ്തായിരുന്നു. എക്സിൻ്റെ കൂടെ എക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ദ നമ്പർ ബി എക്സ് എന്ന് എടുത്തു. എക്സ് പ്ലസ് ഒരു നമ്പർ ഈസ് ഈക്വൽ ടു വേറൊരു നമ്പർ തന്നിരുന്നാൽ ആ എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? റൈറ്റ് സൈഡിൽ കിടക്കുന്ന നമ്പറിൻ്റെ നിന്നും മറ്റത് സബ്ട്രാക്ട് ചെയ്യും അല്ലേ. അതുപോലെ തന്നെ ദിസ് ഈസ് എ ജനറൽ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ദാറ്റ് ഇഫ് എക്സ് പ്ലസ് എ ഈസ് ഈക്വൽ ടു എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ്. നമ്മൾ അതിനകത്ത് കോൺസ്റ്റൻറ്റ് ചില നമ്പേഴ്സ് തന്നില്ല, അതിന് പകരമാണ് ഇവിടെ എയും ബിയും കൊടുത്തിരിക്കുന്നത്. ആൻഡ് എക്സ് ഈസ് വേരിയബിൾ. ഓക്കെ, x plus a is equal to b, then how will you find x? X is equal to b minus a. If x minus a is equal to b, ഇവിടെ നെഗറ്റീവ് സൈൻ മൈനസ് ആണ് വരുന്നതെങ്കിൽ then x is equal to b plus a. Then if a into x is equal to multiplication, in the case of multiplication a into x is equal to b, then x is equal to b divided by a. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ അപ്പുറം എന്താണ്? ഡിവിഷൻ ആണ്. Then if it is division here, if x by a, this is a, if x by a is equal to b, then x is equal to b into a. And if ax plus b, അതായത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും അഡിഷനും മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ കൂടെ സബ്ട്രാക്ഷനൊക്കെ വന്നാൽ ax പ്ലസ് ബി ഈസ് ഈക്വൽ ടു സി എന്ന് വന്നാൽ ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ് ax ഈസ് ഈക്വൽ ടു ദിസ് സി മൈനസ് ബി, ആൻഡ് എക്സ് ദെൻ വി ഹാവ് ടു ഫൈൻഡ് എക്സ് ഈസ് ഈക്വൽ ടു ദിസ് സി മൈനസ് ബി ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ എ. This you have to by heart yourself. Okay, these were the general equations for finding the solutions using algebraic methods, and we have some activities based on these equations that we can do in the next class. Today's class is over. Assalamu alaikum.